രോഹിത് നിരപരാധിയാണ് എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അവനെ പുറത്തിറക്കുവാൻ വേണ്ടി പഠിച്ച പണി 18 പയറ്റിക്കൊണ്ട് ഉന്നതന്മാർ മുതൽ സമൂഹത്തിലെ നാലാംകിട രാഷ്ട്രീയ നേതാവിന്റെ മുൻപിൽ വരെ യാചനയുമായി ബാലചന്ദ്ര മേനോൻ കയറിയിറങ്ങി. പക്ഷേ ഒരു വാതിലും അയാൾക്ക് മുമ്പിൽ തുറന്നില്ല. പോസിറ്റീവായ ഒരു സമീപനവും എവിടെ നിന്നും അയാൾക്ക് ലഭിച്ചതുമില്ല. പ്രതീക്ഷകൾ സകലതും അസ്തമിച്ച ബാലചന്ദ്രൻ കടപ്പാട്ടൂരേക്ക് മടങ്ങിയെത്തി. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ മറുപടിയില്ലാതെ അയാൾ ഉഴലുമ്പോൾ ബാലചന്ദ്രൻ ഉറച്ച പിന്തുണ നൽകി എല്ലാം ശരിയാകും എന്നുള്ള ആത്മധൈര്യത്തിന്റെ വാക്കു പറഞ്ഞുകൊണ്ട് അലീന അയാൾക്കൊപ്പം നിൽപ്പുണ്ട്. പക്ഷേ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് അലീനയുടെ മുൻപിലും ഒരു ചോദ്യചിഹ്നമാണ്. ഇതിനിടയിൽ രോഹിത്തിന് വേണ്ടി അവൾ ഡിവൈഎസ്പിയെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഒരറ്റകൈ പ്രയോഗം നടത്തുകയും ചെയ്തു. പക്ഷേ അതും പരാജയപ്പെട്ടു. പ്രതീക്ഷിച്ചതുപോലുള്ള ഫലമൊന്നും അവിടെയും ഉണ്ടായിരുന്നില്ല. എന്നാലും അവസാന നിമിഷത്തിലെങ്കിലും ഈശ്വരൻ ഏതെങ്കിലും ഒരു വാതിൽ തുറക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെ അലീന മുൻപോട്ട് നീങ്ങുകയാണ്. ഇതിനിടയിൽ ഹോസ്പിറ്റലിലായിരിക്കുന്ന വൈജയന്തിയെ കാണുവാൻ വേണ്ടി ഒരു സായാഹ്നത്തിൽ ബാലചന്ദ്ര മേനോൻ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ബാലചന്ദ്രൻ എത്തുമ്പോൾ വൈജയന്തി കിടക്കയിൽ ചാരി കിടക്കുകയാണ്. കിടക്കയ്ക്കപ്പുറം ടീപ്പോയിൽ പത്രങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നത് ബാലചന്ദ്ര മേനോൻ കണ്ടു. അഹങ്കാരത്തിന്റെ മതം കൊണ്ട ആ പഴയ തലയെടുപ്പ് അതിപ്പോൾ കാണുവാനില്ല. കണ്ണുകളിലെ വജ്രസൂചികളുടെ മുന ഒടിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇമയനക്കാതെ ബാലചന്ദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വെറുതെ വന്നേ ഉള്ളൂ. ഇവിടെ തന്നെ ഉണ്ടോ അതോ പോയോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അത്രയും കേട്ടപ്പോഴേക്കും വൈജയന്തി പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ എവിടേക്ക് പോകാനാണ്? ഒളിച്ചിരിക്കുകയല്ലേ? അപമാനം നിമിത്തം മനുഷ്യരുടെ മുഖത്ത് നോക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ ആയിപ്പോയി. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. അത്രയ്ക്ക് മാനം കെട്ടു ഭർത്താവിനെയും മക്കളെയും കൊണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ, ഇതൊക്കെ ആരുടെ കുറ്റം കൊണ്ടാണ് വൈജയന്തി? നിങ്ങളുടെ കുറ്റം. നിങ്ങളുടെ ഒരാളുടെ കുറ്റം കൊണ്ട് മാത്രം ഒരു കുടുംബം നിങ്ങൾ തകർത്തു. മകനെ ജയിലിലോട്ട് കയറ്റിവിട്ടപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായല്ലോ. ഞാൻ എന്ത് ചെയ്തിട്ടാണ് അവൻ ജയിലിൽ പോയത്? അച്ഛനാണല്ലോ മകന്റെ മാതൃക. അവനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അച്ഛന് വേലക്കാരി എന്ന ലേബലിൽ ഒരുത്തിയെ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് എന്തു വൃത്തികേടും കാണിക്കാമെങ്കിൽ തനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് അവനും ചിന്തിച്ചു കാണും. പ്രായപൂർത്തി വന്ന പുരുഷനല്ലേ അവൻ. അത്രയും കേട്ടപ്പോഴേക്കും ബാലചന്ദ്രന്റെ കോപം അണപൊട്ടുകയാണ്. എങ്കിലും അയാൾ അത് നിയന്ത്രിച്ചുകൊണ്ട് പറയുകയാണ്, ഇതിന് ഞാൻ വാക്കുകൊണ്ടല്ല മറുപടി പറയേണ്ടത്, കൈകൊണ്ടാണ്. പക്ഷേ നീ കിടപ്പിലായിപ്പോയി. കിടപ്പിലായതിന്റെ സൗജന്യമൊന്നും കാണിക്കണ്ട. നിങ്ങൾക്ക് തല്ലണമെങ്കിൽ തല്ലിക്കോ, കൊന്നാലും ശരി. പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും, അതും മുഖത്തു നോക്കി. 2 പെൺമക്കൾ കൂടി ഉണ്ടല്ലോ വീട്ടിൽ. ഏതെങ്കിലും ഹോസ്റ്റലിലോ ബോർഡിങ്ങിലോ താമസിപ്പിച്ചാൽ വല്ല പെൺവാണിഭക്കാരുടെയും വായിൽ ചെന്ന് പെടാതെ അവരെങ്കിലും രക്ഷപ്പെടും. അച്ഛന്റെ രഹസ്യക്കാരിയുടെ ശീലങ്ങളൊന്നും പെൺമക്കൾ കണ്ടു പഠിക്കണ്ട. വൈജയന്തി, അലീനയുടെ ശീലങ്ങൾ കണ്ടുപഠിച്ചതുകൊണ്ട് എൻ്റെ പെൺമക്കൾക്ക് ഒരു ദോഷവും വരില്ല. പകരം നിന്റെ സ്വഭാവങ്ങളും ശീലങ്ങളും മാതൃകയാക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ലജ്ജയില്ലേ? സ്വന്തം മകന്റെ ജീവിതം കുരുതി കൊടുത്തിട്ട് എന്റെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ വീൺവാക്ക് പറയുവാൻ? രോഹിത്തിനെ ഇങ്ങനൊരു പതനത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതിന്റെ ഉത്തരവാദി ആരാണ്? നിങ്ങൾ പറ. വൈജയ്, ഞാനത് പറഞ്ഞാൽ നിനക്ക് പിടിക്കില്ല. എങ്കിലും ഞാൻ പറയാം, അതിന്റെ ഉത്തരവാദി നീ തന്നെയാണ്. പിന്നെ നിന്റെ ആങ്ങളയുടെ മകനും. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും നിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് ഞാൻ രോഹിത്തിനെയും വിളിച്ച് ഇവിടേക്ക് വന്നത്. പക്ഷേ നീ എൻ്റെ കൂടെ വരാതെ ഡോക്ടറോട് കള്ളത്തരങ്ങൾ പറഞ്ഞു. ഡിസ്ചാർജ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. അന്ന് നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ രോഹിത്ത് ആ ഗ്യാങ്ങിൽ ഉൾപ്പെടുമായിരുന്നില്ല. അന്നേ ദിവസം അവൻ നമ്മോടുകൂടെ വീട്ടിലുണ്ടായേനെ. ഹരിയാണ് അവനെ വിളിച്ചുകൊണ്ട് പോയത്. രോഹിത്തിനെ എന്തൊക്കെയോ പറഞ്ഞവൻ ചതിക്കുകയായിരുന്നു. നിനക്കറിയാൻ വയ്യാത്ത മറ്റൊരു കാര്യം കൂടി ഇനി ഞാൻ നിന്നോട് പറയാം. രോഹിത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം അവൻ ചെയ്തിട്ടില്ല. അത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്ര മേനോൻ രോഷത്തോടെ ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. തുടർന്ന് കാണുന്ന കാഴ്ച അലീന ന്യൂസ് പേപ്പറിലെ വാർത്ത ബാലചന്ദ്ര മേനോനെ കാണിക്കുന്നതാണ്. അന്തിനാട് സ്ത്രീ പീഡന കേസിലെ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റി എന്നതായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം. ബാലചന്ദ്ര മേനോൻ ചോദ്യഭാവത്തിൽ അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ അലീന പറയുകയാണ്, അച്ഛാ, ഞാൻ അവിടെ വരെ ഒന്ന് പോയാലോ? എന്തിന്? 2 കാര്യങ്ങളുണ്ട്. 1, ആ കുട്ടിയെ എനിക്കൊന്ന് ആശ്വസിപ്പിക്കണം. 2, സത്യം പറയുവാനുള്ള ധൈര്യം ആ കുട്ടിക്ക് എനിക്ക് കൊടുക്കുകയും വേണം. മോളെ, ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യും? അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? നീ എന്തു പറയും അവരോട്? ആരാണെന്ന് പറഞ്ഞ് നീ പരിചയപ്പെടുത്തും? അച്ഛാ, ഇപ്പോൾ എനിക്കൊന്നും അറിയില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം എന്നെ തോന്നിപ്പിക്കും. നീ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയാണോ തുടങ്ങുന്നത്? അതെ, അതിനെന്താണ്? നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടെ വരാം. ഏയ്, അച്ഛൻ വരണ്ട, അത് ശരിയാകില്ല. എങ്കിൽ കൃഷ്ണമോളെ കൂടെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ. ഇല്ലെങ്കിൽ ഗോവർദ്ധനോട് പറയാം നിനക്കൊരു കൂട്ടു വരുവാൻ വേണ്ടി. ആരും വേണ്ടച്ചാ. എനിക്ക് ധൈര്യവും ആത്മവിശ്വാസവും തരുന്ന ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ മനസ്സിൽ. ഞാൻ വേറൊരു കൂട്ടു വിളിച്ചാൽ ആ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ അങ്ങ് പോകും. ഞാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ബാലചന്ദ്ര മേനോന് മനസ്സിലായി. ഈശ്വരനാണ് അവളുടെ കൂട്ടുകാരൻ. അതിനപ്പുറത്ത് മറ്റൊരാളിൽ വിശ്വാസം അർപ്പിക്കുവാനുള്ള ധൈര്യം അവൾക്കില്ല. എന്നാലും എനിക്കൊരു മനസ്സമാധാനം വേണ്ടേ മോളെ?
ഞാൻ എപ്പോഴാണ് അവിടേക്ക് പോകുന്നത് എന്നത് അച്ഛനോട് പറയില്ല. ഇന്നാണോ നാളെയാണോ രാവിലെയാണോ വൈകുന്നേരമാണോ ഒന്നും പറയില്ല. അച്ഛൻ എനിക്ക് അവിടേക്ക് പോകുവാൻ ഒരനുവാദം തന്നാൽ മാത്രം മതി. പിന്നെ അച്ഛൻ ഇവിടെ മനസ്സമാധാനമായിട്ടിരിക്കുക. ബാലചന്ദ്രമേനോൻ നെറ്റിയിൽ കൈത്തല മൂന്നി കുറേ സമയം മൗനമായിരുന്നു. എന്നിട്ട് അവസാനം പറയുകയാണ്, എന്തായാലും നിന്റെ ഇഷ്ടം പോലെ. തുടർന്ന് കാണുന്ന കാഴ്ച ശിവശങ്കര മേനോനും കോഴഞ്ചേരിക്കാരൻ മുരളീകൃഷ്ണനും കൂടി വൈജയന്തിയെ കാണുവാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അവരെ കണ്ടതും വൈജയ്ക്ക് വല്ലാത്തൊരാശ്വാസമുണ്ടായി. ശിവേട്ട, കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി? ഹരിയും രോഹിത്തിനെയും രക്ഷിക്കുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ശിവേട്ട? ഞാനിവിടെ കിടന്ന് തീ തിന്നുകയാണ് ഓരോ നിമിഷവും. ഇതുവരെ ഒരിടത്തും എത്തിയിട്ടില്ല ജയന്തി. ഞാനും മുരളിയും കൂടി സബ് ജയിലിലേക്ക് പോയി കുട്ടികളെ കണ്ടിട്ട് വരികയാണ്. അവരെങ്ങനെ ഇരിക്കുന്നു ശിവേട്ട? ഹരിക്ക് പ്രത്യേകിച്ച് കൂസലൊന്നുമില്ല. എന്തു വന്നാലും നേരിടുവാനുള്ളൊരു ചങ്കുറപ്പ് അവനുണ്ട്. പക്ഷെ രോഹിത്തിന്റെ സ്ഥിതി അതല്ല. അവനാകെ വാടിപ്പോയി, സംസാരിക്കുന്നില്ല, ആരുടെയും മുഖത്തേക്ക് അവൻ നോക്കുന്നുമില്ല. ശിവേട്ട, അവൻ എൻ്റെ കാര്യം വല്ലതും ചോദിച്ചോ? ഞാൻ പറഞ്ഞില്ലേ ജയന്തി, അവൻ്റെ മനസ്സാകെ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. അവരെ പോലീസ് ഒരുപാട് ഉപദ്രവിച്ചോ ശിവേട്ട? ഇതല്ലേ ജയന്തി കേസ്? അവരെ വെറുതെ വിടുമോ? എല്ലാവരും കൈത്തരിപ്പ് തീർക്കും. ഈ ന്യൂസ് പേപ്പറിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ ശിവേട്ട? അവർ തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ് ജയന്തി. എന്ന് വെച്ച് നമുക്കവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ മക്കളല്ലേ അവർ. അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കടമ. അല്ലാതെ ബാലചന്ദ്രനെ പോലെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച് കളയാൻ നമുക്ക് പറ്റില്ലല്ലോ. ശിവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ബാലേട്ടൻ അങ്ങനെയൊക്കെ സംസാരിച്ചോ? ഏതാണ്ട് ആ മട്ടിലൊക്കെയാണ് സംസാരിച്ചത്. ഒടുക്കം ഞങ്ങൾ അത്ര രസത്തിലല്ല പിരിഞ്ഞത്. അത് കേട്ടുകൊണ്ട് വീണ്ടും വൈജയന്തി ചോദിക്കുകയാണ്, രോഹിത്തിനെ ഒന്ന് കാണാൻ വേണ്ടി പോലും ബാലേട്ടൻ പോയില്ല അല്ലേ? കൊള്ളാം, പോലീസ് സ്റ്റേഷനിലും ജയിലിലുമൊക്കെ അവൻ പോവോ? അവന് കുറച്ചില്ലല്ലേ? എന്നിട്ട് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറയുകയാണ് മകൻ വഴിപിഴച്ചു പോയത് എൻ്റെ കുറ്റം കൊണ്ടാണെന്ന്. അപ്പോൾ വീണ്ടും ശിവശങ്കരൻ, ജയന്തി, നിനക്ക് കയ്യും കാലുമല്ലേ വയ്യാതായിട്ടുള്ളൂ? അവൻ്റെ മുഖത്ത് നോക്കി ഒരാട്ട് വെച്ച് കൊടുക്കാൻ പാടില്ലായിരുന്നു. ശിവേട്ട, വേറൊരു വർത്തമാനം കൂടി അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഹരി രോഹിത്തിനെ വിളിച്ചുകൊണ്ടുപോയി ചതിവിൽപ്പെടുത്തിയതാണെന്ന്. രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഹരി വിളിക്കുന്നിടത്ത് ചെന്ന് ചതിയിൽ വീഴാൻ രോഹിത്ത് എന്താ ഇള്ളാക്കുട്ടിയാണോ? അവൻ കുറ്റക്കാരനല്ലെന്ന് ഇതുവരെ ഒരു പത്രത്തിലും ഞാൻ കണ്ടിട്ടില്ല. ഒരു പോലീസുകാരനോ രാഷ്ട്രീയക്കാരനോ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. സ്വന്തം മകനെ ജയിലിൽ ചെന്നൊന്ന് കാണാൻ പോലും സന്മനസ്സില്ലാത്ത അവൻ എവിടുന്ന് കിട്ടി ഈ വിവരങ്ങളൊക്കെ? എനിക്കറിയില്ല ശിവേട്ട, എന്നോട് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഞാനും മുരളിയും ദിവസങ്ങളായിട്ട് പോലീസിന്റെയും വക്കീലന്മാരുടെയും പിറകിൽ നടക്കുക, എന്നിട്ട് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും ജയന്തി, ചുമ്മാ വിടുവാ പറഞ്ഞതായിരിക്കും ശിവേട്ട. ശിവേട്ടനത് വിട്ടുകള. ഹരിയെ ജാമ്യത്തിൽ ഇറക്കുവാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ശിവേട്ടൻ? SI മുതൽ ഹോം മിനിസ്റ്റർ വരെയുള്ള ആഭ്യന്തര വകുപ്പിലും വാർഡ് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ള രാഷ്ട്രീയ തലത്തിലും ചാക്കിട്ട് പിടിക്കുവാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളെയും കാണുന്നുണ്ട്. ജാമ്യം കിട്ടുന്നതല്ല പ്രശ്നം, കേസിൽ നിന്ന് എങ്ങനെ തലയൂരും എന്നുള്ളതാണ്. കുട്ടികളുടെ ഭാവി നശിച്ചു പോകരുതല്ലോ. ശിവേട്ട, രോഹിത്തിനെ കൂടെ രക്ഷിക്കാൻ നോക്കണേ. അവന് ശിവേട്ടനല്ലാതെ മറ്റാരുമില്ല. തൽക്കാലം നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഹരി പുറത്തു വന്നാൽ അക്കൂട്ടത്തിൽ രോഹിത്തും ഉണ്ടാവും. ശിവേട്ട, അവരെല്ലാവരും കൂടി ഉപദ്രവിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് ഒരു രഹസ്യ ധാരണയിലെത്തിക്കൂടെ? എന്ത് രഹസ്യധാരണ? അല്ല, 5-10 ലക്ഷം കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചുകൂടെ? 10 ലക്ഷമോ? 25 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങോട്ട് അടുപ്പിക്കട്ടെ. രാവണൻ കോട്ടയിലോട്ട് കയറി ചെല്ലുവാൻ ഇത്ര ബുദ്ധിമുട്ടില്ല. അധികാരമുള്ള രാഷ്ട്രീയക്കാരുടെ നിര, പ്രതിപക്ഷത്തുള്ള പാർട്ടിക്കാരുടെ നിര, സാമുദായിക സംഘടനകളുടെ നിര, മഹിളാ സംഘടനകളുടെ നിര, പിന്നെ നാട്ടുകാർ, ബന്ധുക്കൾ, ഇതെല്ലാം നേരിട്ടുകൊണ്ട് വേണം ആ വീട്ടുകാരുമായി ഒരു അനുരഞ്ജനത്തിന് ശ്രമിക്കാൻ. അതുകൊണ്ട് തൽക്കാലം നീ പറയുന്ന കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല ജയന്തി. ശിവശങ്കര മേനോൻ പ്രശ്നത്തിന്റെ സങ്കീർണത വൈജയന്തിയുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. അപ്പോൾ രാജീവ് മേനോന്റെ ഭാര്യ സഹോദരനായ മുരളീകൃഷ്ണൻ പറയുന്നുണ്ട്, കേസ് കോടതിയിൽ വരുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ ചേച്ചി. അപ്പോഴേക്കും ഈ ചൂടൊക്കെ അങ്ങ് തണുക്കും. രാഷ്ട്രീയക്കാരും മഹിളാ സംഘടനയും സമുദായക്കാരുമൊക്കെ വേറെ വേറെ പണിക്ക് പോകും. കേസ് നടക്കുന്ന സമയത്ത് നമുക്ക് പെൺകുട്ടിയുടെ വീട്ടുകാരെ പണം കൊടുത്ത് സ്വാധീനിച്ച് പെൺകുട്ടിയെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാം. അപ്പോൾ അതുവരെ അവർ ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ? ഇതുപോലെയുള്ള കേസിൽ ജാമ്യം കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ടാ. ശിവേട്ടൻ ഇനി ഹരിയെ കാണാൻ സബ് ജയിലിലേക്ക് പോകുമ്പോൾ രോഹിത്തിനെ കൂടി ഒന്ന് ആശ്വസിപ്പിക്കണേ. വിഷമിക്കണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞതായിട്ട് പറയണം. ജയന്തി, നീ എത്ര നാളാണ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നത്? ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ കഴിഞ്ഞോട്ടെ. എനിക്ക് ആളുകളെ കാണാൻ വയ്യ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എങ്ങനെ ജോലിക്ക് പോകും എന്നാലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? സമൂഹത്തിൻ്റെ മുൻപിലേക്ക് ഞാൻ എങ്ങനെ ഇറങ്ങി നടക്കും? എനിക്കതൊന്നും ഓർക്കാൻ പോലും വയ്യ ശിവേട്ട. നീ ഒരു ലോങ് ലീവ് എടുക്കണം. 1-2 വർഷത്തേക്ക് ലീവ് എടുക്കണം. എന്നിട്ട് ഒരു ട്രാൻസ്ഫർ കിട്ടുമോ എന്ന് കൂടി അന്വേഷിക്കണം. ലീവ് തീരുമ്പോൾ മറ്റൊരിടത്തേക്ക് മാറിപ്പോകണം.
ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് വൈജയന്തിയെ ശിവശങ്കര മേനോൻ ആശ്വസിപ്പിച്ചതിന് ശേഷം ഹോസ്പിറ്റൽ വിട്ട് അയാൾ മടങ്ങിപ്പോയി. തുടർന്ന് കാണുന്നത് അലീന ശരണ്യ എന്ന പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങുന്ന കാഴ്ചയാണ്. ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി അവൾ ചുറ്റുപാടിലേക്ക് കണ്ണോടിച്ചു. ഒരു കോളനിയിലാണ് താൻ വന്നുപെട്ടിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. ടാറ് പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, ചെറിയ വാഹനങ്ങൾക്ക് പോലും പോകുവാൻ കഷ്ടിച്ചുള്ള വീതി മാത്രമേ ഉള്ളൂ. റോഡിന്റെ ഇരുവശത്തും തിങ്ങി തിങ്ങി വീടുകൾ. അവയെല്ലാം തന്നെ ഓടുമേഞ്ഞതോ അലുമിനിയം ആസ്ബറ്റോസ് ഷീറ്റുകൾ മേഞ്ഞതോ ആയ ചെറിയ ചെറിയ വീടുകളാണ്. വഴിയരികിൽ ഒരിടത്ത് ഹാൻഡ് ലിവർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്ന ഒരു കുഴൽക്കിണർ. അതിന്റെ പിൻപിൽ ചെറിയൊരു മൈതാനം. അവിടെ പഞ്ചായത്ത് വക കളിസ്ഥലം എന്ന് ഒരു തകരക്കഷ്ണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അലീന ഓട്ടോറിക്ഷക്കാരനോട് പറയുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പോൾ വരാം. തുടർന്ന് അവൾ കുഴൽക്കിണറിന് സമീപത്തേക്ക് ചെന്നു. ഹാൻഡ് ലിവർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയോട് ശരണ്യയുടെ വീട് ഏതാണ് എന്ന് ചോദിച്ചു. ആ സ്ത്രീ അവളെ സംശയത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം വീടിരിക്കുന്ന സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടിക്കാട്ടി. കളിസ്ഥലത്തിന്റെ ഒരു മൂലയിലായി തോന്നിക്കുന്ന ഓടുമേഞ്ഞ ഒരു കുഞ്ഞു വീട്. വീടിനോട് ചേർന്ന് നീല ടാർപോളിൻ കൊണ്ടുണ്ടാക്കിയ ഒരു താൽക്കാലിക ഷെഡിൽ ഒരു ആപ്പെ ഓട്ടോറിക്ഷ കിടപ്പുണ്ട്. അവിടേക്ക് നോക്കിയിട്ട് അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്, ആ ഓട്ടോറിക്ഷ കിടക്കുന്ന വീടാണോ? അല്ല, അതിന്റെ തൊട്ടപ്പുറത്തെ വീടാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞു. പതിവായി മനുഷ്യർ നടന്നു പതിഞ്ഞുണ്ടായ ഒരു വഴിത്താര. അതിലൂടെ നടന്ന് ഒരു ചെറിയ തോട് പോലെ തോന്നിച്ച അഴുക്കുചാലിന് സമീപത്തേക്ക് അവൾ എത്തി. അഴുക്കുചാലിനു മീതെ കോൺക്രീറ്റ് സ്ലാബുകൾ വാർത്ത് ഒരു പാലമുണ്ടാക്കിയിട്ടുണ്ട്. വീടിന്റെ മുറ്റത്ത് പ്രായം ചെന്ന 2-3 പേർ ബീഡിയും വലിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുന്നു. വരാന്തയിലും 4-5 പേരെ കണ്ടു. അലീന അങ്ങോട്ട് ചെന്നപ്പോൾ അവരുടെ എല്ലാം ശ്രദ്ധ അവളിലേക്കായി. അലീന മുറ്റത്തേക്ക് നടന്നു കയറിയപ്പോൾ വരാന്തയിൽ നിന്നൊരാൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടുന്നാണ് വരുന്നത്? ഞാൻ ശരണ്യെ കാണാൻ വേണ്ടി വന്നതാണ്. അത്രയും കേട്ടപ്പോഴേക്കും എല്ലാവരും കൂടി സംശയത്തോടെ പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ് ഒരാൾ, ശരണ്യെ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? ഇല്ല. പിന്നെന്തിനാണ് ശരണ്യെ കാണാൻ ഇവിടേക്ക് വന്നത്? അല്ല, ഒന്ന് കാണാനാണ്. ഈ സമയത്ത് ഒരു പരുക്കൻ മുഖമുള്ള ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, കുട്ടി ഏതാണ്? എവിടുന്നാണ് വരുന്നത്? എന്താ പ്രശ്നം? ഞാൻ കടപ്പാട്ടൂരിന്ന് വരികയാണ്. അത്രയും കേട്ടപ്പോഴേക്കും താടിയും മുടിയും ഒക്കെ നരച്ചൊരാൾ, കടപ്പാട്ടൂരെല്ലാം തനിക്ക് നല്ല പരിചയമാണ് എന്നുള്ള രീതിയിൽ അലീനയോട് ചോദിക്കുകയാണ്, കടപ്പാട്ടൂരോ? അവിടെ ഏത് വീട്ടിലെയാണ് കുട്ടി? കടപ്പാട്ടൂര് നെടുമ്പുരക്കൽ എന്നാണ് വീട്ടുപേര്. അപ്പോൾ വീണ്ടും അയാൾ, ആ സ്വർണ്ണക്കടയുള്ള ബാലചന്ദ്രമേനോന്റെ വീട്ടിൽ നിന്നാണോ? അതെ, അവിടെ നിന്ന് തന്നെയാണ്. അലീനെ അത്രയും പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എല്ലാ മുഖങ്ങളിലും ഒരു വല്ലാത്ത ജാഗ്രത മുറുകി. മുറ്റത്തു നിന്ന തലച്ച നരയുള്ളയാൾ പെട്ടെന്ന് വരാന്തയിലേക്ക് വന്നു കയറി. തുടർന്ന് 6-7 പേർ വരാന്തയുടെ മൂലയിലേക്ക് സംഘം ചേർന്ന് അടക്കി പിടിച്ചുള്ള സംസാരം ആരംഭിച്ചു. ഇടയ്ക്ക് തലതിരിച്ച് അവർ അലീനയെ നോക്കുന്നുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അടുത്ത വീടിന്റെ വരാന്തയിൽ ഒരാൾ അവിടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് വരാന്തയിൽ കൂടി നിന്നവരിൽ നിന്ന് ഒരാൾ, ചേട്ടാ ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയാനാണ്. അടുത്ത വീട്ടിൽ നിന്ന് അയാൾ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് വന്നു. എല്ലാവരും കൂടി വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഈ സമയത്ത് അകത്ത് നിന്ന് മധ്യവയസ്കനായ ഒരു പുരുഷനും അയാളുടെ ഭാര്യയും കൂടി വരാന്തയിലേക്ക് ഇറങ്ങി വന്ന് ധർമ്മരോഷത്തോടെ അലീനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് അയാൾ ഉറക്കെ ചോദിക്കുകയാണ്, എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? ആരെ കാണാനാണ്? ഞങ്ങളുടെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അത് കണ്ട് രസിക്കാൻ വന്നിരിക്കുകയാണോ? അപ്പോഴേക്കും കൂടെ നിന്ന സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നീയും നിന്റെ വീട്ടുകാരും ഒരിക്കലും ഗുണം പിടിക്കത്തില്ലടി, നശിച്ചു പോകത്തേ ഉള്ളൂ. ഉള്ളുരുകി കണ്ണുനീരോട് കൂടിയാണ് ഞാൻ പറയുന്നത്. വെള്ളടി വെട്ടി എല്ലാം ഒരുപോലെ നശിച്ചു പോകത്തേ ഉള്ളൂ, ഒരിക്കലും ഗുണം പിടിക്കില്ല. ഉടനെ വീണ്ടും മധ്യവയസ്കനായ മനുഷ്യൻ പറയുകയാണ്, ഈ മുറ്റത്ത് കാലുകുത്തി പോകരുത്, ഇപ്പൊ ഇറങ്ങി പൊയ്ക്കോണം ഇവിടെ നിന്ന്. അപ്പോൾ അലീന, എനിക്ക് ശരണ്യെ ഒന്ന് കണ്ടാൽ മാത്രം മതി, ഞാൻ പൊയ്ക്കൊള്ളാം. അത്രയും കേട്ടപ്പോഴേക്കും മുറിക്കകത്തേക്ക് പോയവരെല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, നിന്നെ ആരാടി ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? നിന്റെ തന്തയും തള്ളയും കൂടിയാണോ? എന്നെ ഇവിടേക്ക് ആരും പറഞ്ഞയച്ചതല്ല, ഞാൻ തനിയെ വന്നതാണ്. അപ്പോഴേക്കും അയാൾ ആ അപ്പന്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി പറയുകയാണ്, പച്ചക്കള്ളമാണ് ഇവള് പറയുന്നത്. അവന്മാരെല്ലാം കൂടി ഇവളെ ഏജന്റാക്കി വിട്ടിരിക്കുകയാണ്, നിങ്ങളുടെ മോളെ സ്വാധീനിച്ച് കേസിൽ നിന്ന് തലയൂരുവാൻ വേണ്ടി. അപ്പോൾ അലീന, ഒരിക്കലും അങ്ങനെയല്ല, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഓരോരുത്തരുടെ ശബ്ദം ഉയരുവാൻ തുടങ്ങിയപ്പോഴേക്കും ആ ശബ്ദം കേട്ടുകൊണ്ട് അയൽ വീടുകളിലുള്ള ആൾക്കാരെല്ലാം അവിടേക്ക് കൂടി തുടങ്ങി. കോളനി ആയതിനാൽ വാർത്ത വേഗത്തിൽ പ്രചരിച്ചു. ഈ സമയത്ത് ആൾക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഒരാൾ ഉറക്കം വിളിച്ചു പറയുന്നുണ്ട്, ശരണ്യെ കൂട്ടബലാത്സംഗം നടത്തി ഒരുത്തന്റെ വീട്ടിൽ നിന്നും ദേ ഒരു പെണ്ണ് വന്നിരിക്കുകയാണ്. അപ്പോൾ റോഡരികിൽ നിന്നുകൊണ്ട് ഒരാൾ, അവളെ വെറുതെ വിടരുത്, ഒന്ന് പരിശോധിച്ചു നോക്ക്, വല്ല വിഷസൂചിയും കയ്യിലുണ്ടോന്ന്. ശരണ്യെ കൊല്ലാൻ വേണ്ടിയായിരിക്കും അവളെ പറഞ്ഞയച്ചത്. ആ കൊച്ചു ചത്താ പിന്നെ മറ്റവന്മാർക്കൊന്നും പേടിക്കണ്ടല്ലോ. ആൾക്കൂട്ടം പെരുകി വരുന്നത് കണ്ടുകൊണ്ട് അലീന മെല്ലെ പിന്തിരിഞ്ഞ് അഴുക്കുചാലിന് മീതെയുള്ള കോൺക്രീറ്റ് സ്ലാബിലേക്ക് നടന്നു. അത് കണ്ടുകൊണ്ട് ആൾക്കൂട്ടത്തിൽ നിന്നൊരുത്തൻ വീണ്ടും ആക്രോശിക്കുകയാണ്, വിടരുതവളെ, ഇവളെ പോലൊരു കൊച്ചാണ് ആ വീടിനകത്ത് നാണവും മാനവും നശിച്ചു കിടക്കുന്നത്. അത് കേട്ടുകൊണ്ട് അലീന തല ഉയർത്തി ആൾക്കൂട്ടത്തിന്റെ നേരെ നോക്കുമ്പോൾ ആ കൂടി നിന്ന ഓരോ വ്യക്തികളുടെയും മുഖത്തിന് ഒരു ഹിംസ്ര മൃഗത്തിന്റെ ഭാവവും ക്രൗര്യവും ഉണ്ടായിരുന്നു. പെട്ടെന്നൊരുത്തൻ അലറി വിളിക്കുകയാണ്, നിൽക്കടി അവിടെ. അലീന ഭയന്ന് നിന്നു. പോക്രിയെപ്പോലെ തോന്നിച്ചൊരുത്തൻ മുൻപോട്ട് തിക്കി തിരക്കി വന്നു കയറിയിട്ട്, എന്തിനാടി നീ ഇവിടേക്ക് വന്നത്?
ഞാൻ പറഞ്ഞല്ലോ ശരണ്യെ ഒന്ന് കാണാൻ വേണ്ടിയാ. അതെന്തിനാണെന്നാണ് നിന്നോട് ചോദിച്ചത്. അലീന അതിന് മറുപടി പറയാതെ പിന്തിരിഞ്ഞു. പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരുത്തന്റെ പിടുത്തം വീണു. അവൾ തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വിട്. കൊടുക്കണ അവളുടെ ചെകിട്ട തൊരണം. ഇത് പറഞ്ഞുകൊണ്ട് ആരോ അലറി വിളിക്കുകയും അലീനയുടെ മുഖമടച്ച് അടി പൊട്ടിയതും ഒപ്പമായിരുന്നു. ഒരാൾ കൈവെക്കുവാൻ കാത്തു നിൽക്കുകയായിരുന്നു. മറ്റുള്ളവർ ആക്രമണദാഹത്തിന്റെ ഒരു മുരൾച്ചയോടെ അവർ അവളെ പൊതിഞ്ഞു. ഒരാൾ അവളുടെ കഴുത്തിൽ പിടിച്ചു തള്ളി, മറ്റൊരാൾ അലീനയുടെ ഉടുവസ്ത്രം വലിച്ചു കീറി. പെട്ടെന്ന് പിൻപിൽ നിന്നും ഒരു അലർച്ച കേട്ടുകൊണ്ട് ആൾക്കൂട്ടം ഞെട്ടിത്തിരിഞ്ഞു. രണ്ടുപേർ കാട്ടുപന്നികളെ പോലെ പാഞ്ഞു വന്ന ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറി. ആളുകൾ ഞെങ്ങി ഒതുങ്ങി മാറി നിന്നുകൊടുത്തു. ഓടി വന്നവരിൽ ഒരുത്തൻ തിക്കിക്കയറി ഉച്ചത്തിൽ ചീത്ത വാക്കുകൾ അലറി വിളിച്ചുകൊണ്ട് അലീനയെ തലങ്ങും വിലങ്ങും തല്ലുവാൻ തുടങ്ങി. അവന്റെ കയ്യിൽ തെങ്ങിന്റെ മടല് കീറിയതിന്റെ ഒരു കഷ്ണമുണ്ടായിരുന്നു. അവന്റെ കൂടെ കയറി വന്നവൻ ഉറക്ക വിളിച്ചു പറയുകയാണ്, തല്ലിക്കൊല്ലട അവളെ. അപ്പോഴേക്കും അടികൊണ്ട് അലീന നിലം പൊത്തിയിരുന്നു. നെറ്റിയിൽ നിന്നും കണ്ണുകളിലേക്ക് ചോര ഒലിച്ചു വീണ് കണ്ണ് കലങ്ങി. മുട്ടുകുത്തി വീണുപോയ അവൾ വീണ്ടും എഴുന്നേൽക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പറ്റുന്നില്ല. കണ്ണു തുറക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, കാഴ്ച കിട്ടുന്നില്ല. അവൾ എങ്ങോട്ടോ വലിച്ചിഴക്കപ്പെടുകയാണ്. ഒരു വന്യമൃഗം തന്നെ ചുറ്റി നിന്ന് അമർന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. ആ മൃഗത്തിന് 100 കാലുകൾ, 100 ഉടലുകൾ, 100 കൈകൾ. ചോരക്കൊതിയോടെ അത് തന്നെ കടിച്ചു കീറുകയാണ്. പൊടുന്നനെ അവളുടെ തലയ്ക്ക് മീതെ വെള്ളം കമിഴ്ത്തിയതുപോലെ മണ്ണെണ്ണ ഒഴുകി വീണു. അവളുടെ തലയിലൂടെയും മുഖത്തുകൂടിയും അത് ഒഴുകി. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളെ മുഴുവൻ അത് നനച്ചു. അലീനയുടെ കണ്ണും മുഖവും നീറിപ്പുകയുവാൻ തുടങ്ങി. ശ്വാസമടയുന്നു. മണ്ണെണ്ണ വീണ്ടും തലയിലൂടെ ഒഴുകി വീണുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധിക്കുവാൻ തനിക്ക് ത്രാണിയില്ല. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാനോ കൈയെടുത്ത് തടയുവാനോ പോലും കഴിയുന്നില്ല. ഈ സമയത്ത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഉറച്ച ശബ്ദം കേൾക്കുകയാണ്, കത്തിക്കട അവളെ. മരണത്തെ മുഖാമുഖം കാണുന്ന നിമിഷത്തിൽ അലീന ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് പിടഞ്ഞെഴുന്നേറ്റ് നിൽക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈ സമയത്ത് മറ്റൊരുവൻ പോക്കറ്റിലേക്ക് കൈയിട്ട് തീപ്പെട്ടിയെടുത്തു. എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത്? തീപ്പെട്ടി ഉരച്ച് അലീനയുടെ മുഖത്തേക്ക് അവൻ എറിയുമോ? ഒരഗ്നിനാളമായിട്ട് അവൾ ആളിപ്പടരുമോ? അതോ അതിനെ പ്രതിരോധിക്കുവാൻ ഏതെങ്കിലും തരത്തിൽ ഈശ്വരന്റെ അദൃശ്യ ശക്തി അവിടേക്ക് ഇറങ്ങി വരുമോ? പ്രേക്ഷകർ അറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വിവരം അടുത്ത വീഡിയോയിൽ പരാമർശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.